40 വർഷത്തിലധികമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഒരു മനുഷ്യസ്നേഹി, പരിസ്ഥിതി പ്രവർത്തകൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു മഹാവ്യക്തിയാണ് ഇന്ന് ഫോക്കസിൽ നമ്മുടെ അതിഥി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാറേ, ഇപ്പോൾ ഏതാണ്ടൊരു 34 വർഷം, അതായത് 1983 ബി.ടെക് പാസ്സാവുന്നത്. റാങ്ക് ഹോൾഡറാണ് അല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡറാണ്. നേരെ ചെന്ന് NSS കോളേജിൽ ജോയിൻ ചെയ്തു. അത് വളരെ നീട്ടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ആ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും 1983 ജൂലൈ മാസത്തിലാണ് എൻ്റെ ബി.ടെക് പരീക്ഷ കഴിഞ്ഞത്. അപ്പോൾ ബി.ടെക് പരീക്ഷ കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് അപേക്ഷകളൊക്കെ അയച്ചിരുന്നു. ഒന്ന് FACTയിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ്, അത് മാനേജ്മെൻറ്റ് ട്രെയിനിൽ നിന്ന് എടുത്തിട്ട് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിനാണ് ഒന്ന് അപ്ലൈ ചെയ്തിരുന്നത്. 2 ഞാൻ അപ്ലൈ ചെയ്തിരുന്ന കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്, അതിൽ ഡെപ്യൂട്ടി കമാൻഡൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിന് വിളിച്ചിരുന്നു. അന്ന് എല്ലാം ഫൈനൽ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാമായിരുന്നു, അതിന് അപ്ലൈ ചെയ്തു. 3ാമത് ഞാൻ ആ വർഷമാണ് ഗേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പരീക്ഷ തുടങ്ങിയത്. അപ്പോൾ ഗേറ്റ് എക്സാമിനേഷന് ഞാൻ 83 ആദ്യമായിട്ട് തുടങ്ങിയത്, IIT PG അഡ്മിഷന് വേണ്ടി. അപ്പോൾ അതിന് ഞാൻ പോയി എഴുതി. അപ്പം അത് കൂടാതെ ഗുൽബർഗ എഞ്ചിനീയറിംഗ് കോളേജിലൊരു ഇംഗ്ലീഷ് ഹിന്ദു പത്രത്തിലോ മറ്റൊരു പരസ്യം കണ്ടു. അവിടെ ഫാക്കൽറ്റി ആണെന്ന്, കർണാടകത്തിൻ്റെ വടക്കേ അറ്റത്താണ് ഗുൽബർഗ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുൽബർഗ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കത്ത് വന്നു. അന്ന് ഈ ഫോണും മൊബൈലും ഒന്നും ഇല്ലാത്ത സിസ്റ്റമാണ്. ഗുൽബർഗ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കത്ത് വന്നു, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. എൻ്റെ ക്രെഡൻഷ്യൽസ് മുഴുവൻ ഞാൻ അയച്ചു കൊടുത്തിരുന്നു, എൻ്റെ അതുവരെയുള്ള മാർക്ക് മുഴുവൻ അയച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അക്കാഡമിക്സിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു കൺസേണും ഇല്ല, പക്ഷേ നിങ്ങൾ ഡിഗ്രി ഉറപ്പായിട്ട് കിട്ടും, നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ ഒരു ലെറ്റർ വാങ്ങണം. റിസൾട്ട് വരുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് പോയി പ്രിൻസിപ്പലിനെ കണ്ടു. അപ്പോൾ പ്രിൻസിപ്പൽ അപ്പം തന്നെ, കാരണം ഞാൻ കോളേജിൽ ടോപ്പറായിരുന്നു, അപ്പോൾ പിന്നെ അതിലൊരു സംശയം ഉണ്ടായില്ല. പ്രിൻസിപ്പൽ അപ്പം തന്നെ എനിക്ക് കത്ത് തന്നു. ആ കത്തുമായിട്ട് ഞാൻ നേരെ ഗുൽബർഗയ്ക്ക് പോയി. ഗുൽബർഗയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെന്നൈ IITന്ന് അഡ്മിഷൻ ഓഫർ വന്നത് M.Techന്. അന്ന് എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഭയങ്കര വാല്യൂ എനിക്ക് തോന്നി, അത്രയും പേര് പരീക്ഷ എഴുതി ഒരാളിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഗുൽബർഗയിൽ നിന്ന് നേരെ ചെന്നൈയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു. ചെന്നൈയിൽ ജോലി റിസൈൻ ചെയ്തില്ല, ജോയിൻ ചെയ്തിട്ട് പതുക്കെ പോയി. കാരണം ക്ലാസ് ഉടനെ തുടങ്ങിയില്ലെങ്കിൽ പിന്നെ അത്രയും കാലം നിന്നിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് ഗുൽബർഗ ഞാനൊരു 2-3 ആഴ്ചയേ ആയിട്ടുള്ളൂ, അധികമായില്ല. അപ്പോൾ ഞാൻ ചെന്നൈ IIT പോയി ഫീസ് അടച്ച് അവിടുന്ന് മടങ്ങുന്ന വഴി ട്രെയിനിൽ ഞാൻ പാലക്കാട്ടേക്ക് വന്ന് ഇറങ്ങി നടക്കുമ്പോൾ NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലിനെ കണ്ടു. അപ്പോൾ പ്രിൻസിപ്പലായിട്ട് എനിക്ക് ദീർഘകാല പരിചയമുണ്ട്. അദ്ദേഹം എൻ്റെ അമ്മാവൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ്. അവർ രണ്ടുപേരും ക്വാർട്ടേഴ്സ് തൊട്ടാണ് ജയിച്ചത്. അവർ വളരെ അടുത്ത കുടുംബം. പാലക്കാട് സ്വദേശം അല്ല, അതും ഒരു ആകസ്മികതയാണ്. ഞാൻ പാലക്കാട്ടെത്തി, ഞാൻ ശരിക്ക് കായംകുളത്തുകാരനാണ്. കായംകുളത്ത് കണ്ടല്ലൂർ എന്ന് പറയുന്ന പ്രദേശക്കാരനാണ്. കായംകുളത്ത് എന്നൊരു 4-5 കിലോമീറ്റർ അവിടെയാണ് എൻ്റെ വീട്. ആ റൂട്ട് മുതുകുളം എന്ന് പറയും, അവിടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ശരിക്കും അവിടെയാണ് ജനിച്ചത് അവിടെയാണെങ്കിലും 10ാം ക്ലാസ് ഞാൻ 14ാം വയസ്സിൽ പാസ്സായി. അതും ഭയങ്കര ഒരു സംഭവബഹുലമായ 10ാം ക്ലാസ് ആയിരുന്നു. അതായത് പരീക്ഷയുടെ 2 ദിവസം മുന്നേ എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. അപ്പോൾ ചിക്കൻ ബോക്സ് ഉള്ളവരെ പരീക്ഷ എഴുതിക്കാൻ വകുപ്പില്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞാൻ നിർബന്ധം പിടിച്ചു, എനിക്ക് പരീക്ഷ എഴുതണം, ഒരു കൊല്ലം കളയാൻ തയ്യാറല്ല. അപ്പോൾ 3 ദിവസം മറ്റേ ഉള്ളൂ പിന്നെ പരീക്ഷയ്ക്ക്. അപ്പോൾ അച്ഛൻ അന്ന് ഈ അധ്യാപക സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അമ്മ എംപ്ലോയിഡ് ആയിരുന്നില്ല, അച്ഛന് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ നിയമവശങ്ങൾ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഒരു വഴി കണ്ടെത്തി, എൻ്റെ നിർബന്ധം കൊണ്ട്. അതായത് ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പരീക്ഷ എഴുതാനുള്ള ഒരു പ്രൊവിഷൻ ഐസൊലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അച്ഛൻ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് എനിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ഞാൻ 1 വർഷം നഷ്ടപ്പെടും എന്നുള്ളൊരു ബോധം എനിക്ക് അന്നേ ഉണ്ടായി. അപ്പോൾ എനിക്ക് എഴുതാനൊന്നും വയ്യ, പഠിക്കാനൊന്നും വയ്യ, കാരണം ചിക്കൻ ബോക്സ് വളരെ സിവിയറാണ്, ഇതുപോലെ മരുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്കൂള്. അപ്പോൾ രാവിലെ എൻ്റെ കൂടെ എൻ്റെ വീടിനടുത്തുള്ള ഒരു സഹായിക്കുന്ന ഒരാളും ഞാനുമായിട്ട് രാവിലെ പോവും. അയാൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അയാൾക്ക് പേടിയുണ്ടായിരുന്നില്ല. പോയി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരും. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ഓപ്പൺ ഷെഡുണ്ട് സ്കൂളിൽ, ക്ലാസ് റൂംസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു ഹാളിൽ
ഈ എക്സാമിനേഷൻ എഴുതാനുള്ള പേപ്പറും അഡീഷണൽ ഷീറ്റും എല്ലാം എടുത്ത് വെച്ചൊരു വെയിറ്റ് എടുത്ത് വെച്ചേക്കും. എന്നിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കും. എന്നിട്ട് ദൂരെ നിന്ന് ടീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യും, അടുത്തെങ്ങാരും വരില്ല. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതി പോയി കഴിഞ്ഞ് അവർ വന്ന് ഇതെല്ലാം എടുത്തിട്ട് പോകും. അങ്ങനെയാണ് ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ആവശ്യത ഉണ്ടാവും, എങ്കിലും വാശി വിട്ടില്ല. ഞാൻ മുഴുവൻ പരീക്ഷ എഴുതി. പ്രീ ഡിഗ്രിക്ക് സാർ എവിടെയായിരുന്നു? പ്രീ ഡിഗ്രി ഞാൻ കൊല്ലത്ത് ഫാറ്റിമ കോളേജിലായിരുന്നു. അത് വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ്. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്ന് വീടിനടുത്തൊരു കോളേജുണ്ട്, MSM കോളേജ്. പക്ഷെ അത് അന്ന് അത്ര വലിയ നിലവാരത്തിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നോട് ഏത് കോളേജ് ആണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, അന്ന് ആ പ്രദേശത്ത് ഏറ്റവും അറിയപ്പെടുന്ന 3 കോളേജായിരുന്നു. ഒന്ന് സെയിൻറ്റ് ബെർക്ക്മൻസ് ചങ്ങനാശ്ശേരി, അത് എൻ്റെ അപ്പൂപ്പൻ വരെ പഠിച്ച കോളേജാണ്, അത്ര പഴയ കോളേജാണ്. പിന്നെ ഉണ്ടായിരുന്ന നല്ലത് മാർ ഇവാനിയൂസ് തിരുവനന്തപുരം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 3ാമത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ അന്ന് സ്പോർട്സിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു ഒക്കെ പഠിച്ചിരുന്ന കോളേജാണ് ഫാറ്റിമ മാതാ നാഷണൽ കോളേജ്. ഇപ്പോൾ ഈ ഫാറ്റിമ മാതാ കോളേജിനോട് എനിക്കൊരു സെൻറ്റിമെൻ്റ് ഉണ്ട്. കാരണം എൻ്റെ അച്ഛൻ പഠിച്ച കോളേജാണ്, അച്ഛൻ അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ്. എന്ന് മാത്രമല്ല അച്ഛൻ അവിടുത്തെ ഈ സ്പോർട്സ് ചാമ്പ്യനായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഈ ഹൈ ജമ്പ് ചാടിയതിൻ്റെയൊക്കെ ഫോട്ടോ വീട്ടിലുണ്ട്. അപ്പോൾ ആ കോളേജിനോടൊന്നും ഒരു പ്രത്യേക മമ തോന്നി. അവിടെ നിന്നാണ് ആദ്യം ഇൻ്റർവ്യൂ കാർഡ് വന്നത്. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടുത്തെ തന്നെ ക്യാമ്പസിനകത്തൊരു ഹോസ്റ്റലുണ്ട്, സെയിൻറ്റ് തോമസ് ഹോസ്റ്റൽ. അവിടെ അങ്ങനെ 14 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിലെത്തിയത്. 28 വയസ്സ് വരെ ഹോസ്റ്റലിലായിരുന്നു. അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മാർ ഇവാനിയൂസ് എന്ന് കോൾ ലെറ്റർ വന്നത്. അതും കഴിഞ്ഞ് 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാണ് സെയിൻറ്റ് ബെർക്ക്മൻസിൽ നിന്ന് വന്നത്. ഒരുപക്ഷെ ആദ്യം മാർ ഇവാനിയൂസ് എന്ന് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് എടുത്തേനെ. കാരണം തിരുവനന്തപുരം ആണെന്നുള്ളൊരു. രണ്ടാമത് വന്നതുകൊണ്ട്, കാരണം അവിടെ അഡ്മിഷൻ ഓരോ സമയത്ത് ഓരോ കോളേജിൽ. അങ്ങനെ ഞാൻ ഫാറ്റിമ കോളേജിൽ കയറിയത്. ഫാറ്റിമ കോളേജിൽ ഹോസ്റ്റൽ ക്യാമ്പസിനകത്ത് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ നിന്നിരുന്ന ഹോസ്റ്റലൊക്കെ ഇപ്പോൾ ഒരു ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഹോസ്റ്റലിൻ്റെ മുന്നിലാണ് ഈ ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേരെ ബിടെക്. ഡിഗ്രി കഴിഞ്ഞ് എൻട്രൻസ് എക്സാം ഒന്നും ഇല്ല. എൻട്രൻസ് എക്സാം ഇല്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ചേരാമെന്നായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശ്യം. അപ്പോൾ പക്ഷേ എൻ്റെ അമ്മാവനെന്ന് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം അവിടെ സിവിൽ തന്നെയായിരുന്നു. സിവിൽ തന്നെ അദ്ദേഹം ആ കോളേജിലെ ആദ്യത്തെ PhD ഹോൾഡറാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് ഗോൾഡ് മെഡലോടുകൂടി PhD വാങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഐക്കണായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പാലക്കാട് പോരെയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പാലക്കാട്ടേക്ക് വന്നത്. അത് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റായി. കാരണം അദ്ദേഹത്തിൻ്റെ ചില അംശങ്ങളൊക്കെ എനിക്ക് പകർത്താൻ കഴിഞ്ഞു. പുള്ളി ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു, റോൾ മോഡലായിരുന്നു. വളരെ കോളേജിലുള്ള അലുമിനിയൊക്കെ എപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അക്കാഡമിക്കലി അദ്ദേഹം ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് കുറേ ഉണ്ടായി. ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒഴുക്കിപ്പെട്ടു പോയി. പാലക്കാട്ട് വന്നുകൊണ്ട് ഒഴുക്കിപ്പെട്ടില്ല. അതെനിക്ക് വളരെ ഗുണം ചെയ്തു. അങ്ങനെയാണ് ഞാൻ പാലക്കാട്ട് എത്തിയത്. പാലക്കാട്ട് എത്തിക്കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാലിക്കട്ട്, അന്ന് NIT അല്ല REC ആണ്, അവിടുന്ന് ഇൻ്റർവ്യൂ കാർഡ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ കാരണം അതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ എന്നുള്ളൊരു ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോകണ്ട, അവിടെ എന്തൊക്കെയോ അന്നായി രാജൻ കേസും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനിടയ്ക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാലക്കാട് അങ്ങ് നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് IIT-യിൽ സാറ് പോയിട്ട് ചേരാൻ പാലക്കാട് വന്നിറങ്ങി NSS-ലേക്ക് എത്തിയ വഴിയാണ് നമ്മളെ. അതെ, പ്രിൻസിപ്പലിനെ കണ്ടപ്പോൾ അദ്ദേഹം നാളെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ IIT ഫീസ് അടച്ചിട്ട് എന്നാലും താൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നു പറഞ്ഞു. കാരണം ഇവിടെ കയറുകയാണെങ്കിലും പിന്നീട് പോയി MTech ചെയ്യാമല്ലോ. കാരണം അവിടെ കയറി കഴിഞ്ഞാൽ ഡെപ്യൂട്ടേഷനിൽ പോയി MTech ചെയ്യാം. അതുകൊണ്ട് എന്തിനാണ് വെറുതെ ഇപ്പോഴേ. അപ്പോൾ ഞാനും ആലോചിച്ചു. കാരണം IIT-ൽ നിന്ന് 600 രൂപയാണ് സ്റ്റൈപ്പൻഡ് MTech-ന്. NSS-ൽ ചേരുകയാണെങ്കിൽ 1000 രൂപ കിട്ടും ശമ്പളം. ആദ്യത്തെ ശമ്പളം 1000 രൂപ, 750 രൂപ ബേസിക് ആണ്. DA എല്ലാം കൂടെ കൂട്ടി 1000 രൂപ. അപ്പോൾ ഒരു 400 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ പതുക്കെ പോയി സാവകാശം MTech ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് ഞാൻ മടങ്ങിയ ട്രെയിനിൽ തന്നെ പ്രിൻസിപ്പലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഗുൽബർഗയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരണം, ചെന്നൈക്ക് പോകാൻ വേണ്ടി. താൻ എവിടെയും പോകണ്ട, നാളെ വന്ന് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ നാളെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? അതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ ഇല്ലേ? അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യണം. അത് സെലക്ഷൻ കമ്മിറ്റിയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, മാനേജ്മെൻറ്റ് പ്രതിനിധി, അങ്ങനെയൊക്കെയുള്ളവരുടെ സെലക്ഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനൊന്നും പ്രശ്നമില്ല, ഒരു പ്രൊവിഷനുണ്ട്, ടെമ്പററി. ഇന്നത്തെ സെലക്ഷൻ എല്ലാവരും അപ്രൂവ് ചെയ്ത് അത് മിനിറ്റ്സ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യു ആർ റാങ്ക് നമ്പർ 1. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രൊസീജിയറൊന്നുമില്ല, എനിക്ക് ടെമ്പററി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ പിന്നെ ചെയർമാൻ ഗവേണിംഗ് ബോഡിയിൽ നിന്ന് വരും, അത് മതി, നാളെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു തയ്യാറെടുപ്പില്ലാതെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പിറ്റേന്ന് നേരെ പാലക്കാട്ടെത്തി. പിന്നെ അമ്മാവനവിടെ തൊട്ട് ക്വാർട്ടേഴ്സിലുണ്ട്, അതുകൊണ്ട് അമ്മാവൻ്റെ വീട്ടിൽ തങ്ങി നെക്സ്റ്റ് ഡേ പോയി ജോയിൻ ചെയ്തു.
നെക്സ്റ്റ് ഡേ ജോയിൻ ചെയ്യാൻ പോയപ്പോഴും എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ട്. അത് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് മഹാദേവ എന്നൊരു വിളി കേട്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ 3 ബാച്ച് സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു ലേഡിയാണ്. അവർ ഓടി വരിക എന്നെ കണ്ടിട്ടുണ്ട്. കാരണം അവർ ഇതിൻ്റെ പ്രീവിയസ് സെലക്ഷൻ ലിസ്റ്റിലെ ലാസ്റ്റ് റാങ്ക് അവരാണ്. ഓ ശരി. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലിസ്റ്റ് ക്യാൻസലായി പോകും. അപ്പോൾ നിൽക്കെ ഞാനൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ല. അപ്പോൾ അവരെന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പോയി ജോയിൻ ചെയ്തിട്ട് എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം പറഞ്ഞിട്ട് ക്യാൻറ്റീനിൽ പോയിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞൊരു 10 മണി. അപ്പോൾ പ്രിൻസിപ്പലിന് ഇത് അറിയാമായിരുന്നു. ഞാൻ വൈകി ചെന്നപ്പോൾ പറഞ്ഞു നേരത്തെ വന്നു അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, രാവിലെ ഇന്ന ആൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്ര വൈകിയതാണ്, അത് അവർക്ക് കിട്ടേണ്ട ജോലി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് വൈകിയതാണെന്ന്. പക്ഷേ അവർ 1-2 കൊല്ലം അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് PWDയിലേക്ക് മാറി എന്നാണ് എൻ്റെ PWD ഇറിഗേഷനിൽ ഇതിൽ മാറി. അങ്ങനെയാണ് ഞാൻ പാലക്കാട് അധ്യാപകനായത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എഞ്ചിനീയറിംഗ് സർവീസിന് സെലക്ഷൻ വന്നു. എഞ്ചിനീയറിംഗ് സർവീസ് ഇൻ്റർവ്യൂ ഞാൻ ഡൽഹിയിൽ പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അതൊരു 4-5 മാസം കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തത് ഒക്ടോബർ 11 ജോയിൻ ചെയ്തത്. 11/10 ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് എനിക്ക് ഗുൽബർഗയിലെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞൊരു ഫെബ്രുവരി മാർച്ചിലോ മറ്റോ ആയിരുന്നു എഞ്ചിനീയറിംഗ് സർവീസ് ഇൻ്റർവ്യൂ. അതിന് അറ്റൻഡ് ചെയ്തു. അതിലും രസകരമായ ഒരു വസ്തുത, ഞാൻ ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ FICTയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഞാൻ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വേണ്ടി ഞാൻ രാവിലെ കോളേജിലെത്തുമ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, അന്ന് തൃശ്ശൂർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒരു വ്യക്തി, അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി കോളേജ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്കൊരു കാര്യം അറിയണം, നിങ്ങൾ NSSC കണ്ടിന്യൂ ചെയ്യോ അതോ FICTക്ക് പോകുന്നോ? എന്താണെന്ന് വെച്ചാൽ രണ്ടിടത്തും സെക്കൻഡ് റാങ്ക് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെ ഫസ്റ്റ് ആകാം, ഞാൻ അവിടെ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ആകാം. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് FICT വേണ്ട. FICTയിൽ അന്ന് ശമ്പളം കൂടല്ല, ഇവിടെ 1000 കിട്ടുമ്പോൾ അവിടെ 1500 ഉണ്ട്. എന്ന് മാത്രമല്ല പ്രൊബേഷൻ കഴിഞ്ഞാൽ അവിടെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ്, അപ്പോൾ വലിയ പോസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് പഠിപ്പിക്കാനാണ് താല്പര്യം, ഞാൻ വരുന്നില്ല, നിങ്ങൾ അവിടെ പോയി ചേർന്നു എന്ന് പറഞ്ഞു. അയാൾ ഹാപ്പി ആയിട്ട്, കാരണം അയാൾ ഭയങ്കര ഹാപ്പിയായി, കാരണം ശമ്പളം കൂടുതൽ കിട്ടുകയാണ്, പിന്നെ ഒന്നുകൂടെ ബെറ്റർ പോസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അയാൾക്ക് ഇനി ഒരു പക്ഷേ പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നും അറിയില്ല. അയാൾ പോയി. ഞാനിത് പറഞ്ഞ് അയച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ HODയും കൊളീഗ്സും എല്ലാം എന്നെ വഴക്ക് പറയായിരുന്നു, നിങ്ങളെന്ത് മണ്ടത്തരം കാണിച്ച്, കൂടുതൽ ശമ്പളമുള്ളിടത്ത് സർക്കാർ സ്ഥാപനത്തിൽ പോയി ചേർന്ന് കൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് പഠിപ്പിക്കാനുള്ള താല്പര്യം, കാരണം പഠിപ്പിക്കണം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ജൂനിയർ ബാച്ചസ് കുട്ടികളെല്ലാം എൻ്റെ അടുക്ക് വന്ന് പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരു ശീലമായിപ്പോയി, ഈ പഠിപ്പിക്കലൊരു ശീലമായിപ്പോയി. അത് ഞാൻ സ്കൂളിലേ തുടങ്ങിയതാണ്. ഞാൻ അന്നത്തെ ഒരു തലമുറയിലുള്ള വിദ്യാർത്ഥികളുണ്ട്, സാറിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുന്ന കുട്ടികൾ, അവരും ഇപ്പോഴും സാറ് പലയിടത്തും ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടല്ലോ, എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണത് സാറിന്? അന്ന് ഈ വിജ്ഞാനത്തോടുള്ളൊരു ദാഹം കൂടുതലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല നല്ലൊരു ഡിഗ്രി കിട്ടിയാൽ ജോബ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ അവസരങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ കുറേ കാലം മുന്നേ പഠിച്ചവർക്ക് കോളേജിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ കയ്യിൽ സർക്കാർ അപ്പോയിൻമെൻറ്റ് ഓർഡറുകളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബാച്ച് എത്തിയപ്പോഴത്തേക്ക് അത് ഇത്ര കുറഞ്ഞു. പക്ഷേ എനിക്ക് ഭാഗ്യത്തിനാണ് ഇത്രയൊക്കെ അപ്പോയിൻമെൻറ്റ് ഓർഡറുകൾ കിട്ടിയത്. പലർക്കും കിട്ടിയില്ല, 2 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഗവൺമെൻറ് സെലക്ഷൻ വന്ന 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും എംപ്ലോയിഡായി. 2 കൊല്ലം കഴിഞ്ഞ് ഗവൺമെൻറ് സെലക്ഷൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവരെല്ലാം ഗവൺമെൻറ് സർവീസിലേക്ക് കയറി. പക്ഷേ അന്നിപ്പോൾ അവർക്ക് എന്തെങ്കിലും പഠിക്കണം, കുറച്ച് വിവരം വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഓറിയൻറ്റേഷൻ കുറച്ചുകൂടെ മെറ്റീരിയലിസ്റ്റിക്കായി. ഇന്ന് ശമ്പളത്തോടാണ് കൂടുതൽ കൺസേൺ, ജോലിയോടല്ല. അന്ന് ജോലിയോടെ കൺസേൺ കൂടുതലുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ശമ്പളം കൂടും 1.5 ഇരട്ടി ശമ്പളം എന്ന് കേട്ടപ്പോഴും അത് സ്വീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് വരാഞ്ഞതിന് കാരണം നമ്മുടെ അപ്ബ്രിങ്ങിങ് ആണ്, അന്നത്തെ ആ ഒരു സാമൂഹ്യ പശ്ചാത്തലം. ഇന്നൊരു കുട്ടി അങ്ങനെ ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നിപ്പോൾ ഹയർ പേ കിട്ടുന്ന, വലിയ ശമ്പളം കിട്ടുന്ന എവിടെയാണോ അവിടേക്ക് പോകാമെന്നുള്ളൊരു സ്വാഭാവിക മനസ്ഥിതി വരും. അത് കാലത്തിനനുസരിച്ച് വന്നൊരു മാറ്റമാണ്. ഈ അധ്യാപകർ ഇപ്പോൾ ആ പഴയ തലമുറയിലുള്ള കുട്ടികളും ഇപ്പോഴുള്ള കുട്ടികളും തമ്മിൽ ഈ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, എന്താണ് സാറിന് തോന്നുന്നത്? അത് വളരെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു മാറ്റമാണ്. നല്ല അധ്യാപകരോട് ഇപ്പോഴും കുട്ടികൾക്ക് നല്ല സ്നേഹമാണ്. പക്ഷേ അധ്യാപകരുടെ നിലവാരത്തിലൊരു ഡയല്യൂഷൻ വരുന്നുണ്ട്, എണ്ണം വല്ലാതെ കൂടി. മാത്രമല്ല അധ്യാപകർ ബേസിക്കലി 3 തരത്തിലുണ്ട്. അധ്യാപകനാകണമെന്ന് ആഗ്രഹിച്ച അധ്യാപകരായവരുണ്ട്, പിന്നെ കിട്ടിയ ജോലി അധ്യാപനമായതുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്,
പിന്നെ ശപിച്ചുകൊണ്ട് അധ്യാപനത്തിലേക്ക് വരുന്നവരുണ്ട്. വേറെ ഒരു ജോലിയും അല്ല, കിട്ടാൻ. മൂന്നാമത് പറഞ്ഞ വിഭാഗത്തിന് കുട്ടികളുമായിട്ട് ഒരു ആത്മാർത്ഥ ഒരു ബന്ധം ഉണ്ടാക്കാൻ അവർക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും കുട്ടികൾ അതിന് സഹകരിക്കില്ല. കാരണം അവരുടെ നോളജ് ലെവൽ വളരെ കുറവാണ്. ഈ ജനറ്റിക്കലി അധ്യാപകരാകാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും ഒരു വിജ്ഞാന തൃഷ്ണയുണ്ടാവും. മറിച്ച് ഇങ്ങനെ വേറെ ഗതിയൊന്നും കിട്ടാത്തതുകൊണ്ട് അധ്യാപകരായി വന്നവർക്ക് അധ്യാപനത്തോട് അവർക്കും ഒരു പുച്ഛമായിരിക്കും. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ ഒരിക്കലും അവരെ എത്ര കാലം പോയാലും അറിവുള്ള ഒരു അധ്യാപകനെ വിദ്യാർത്ഥികൾ ബഹുമാനിച്ചിരിക്കും. അത് ഇന്നും അതെ, അന്നും അതെ. എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നത് അതാണ്. 2015 കേരള സർക്കാർ ഒരു സാങ്കേതിക സർവകലാശാല ഉണ്ടാക്കുന്നത്. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളെയും സർവകലാശാലൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. എന്താണ് അങ്ങനെ ഒരു സാങ്കേതിക സർവകലാശാലൻ്റെ ഒരു സ്കോപ്പ് എന്താണ് കേരളത്തിൽ? ഈ 2015 ശരിക്കും 2014 ഗവൺമെൻറ് സാങ്കേതിക സർവകലാശാല വേണമെന്ന് ഉത്തരവിടുന്നത്. 15 സർവകലാശാല അക്കാദമിക രംഗത്ത് ഫംഗ്ഷൻ ചെയ്തു തുടങ്ങിയത്. ശരിക്കും നമ്മൾ തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ 2014 KTU ഉണ്ടായത്. അത് ആ സമയത്ത് ഞാൻ കോഴിക്കോട് സർവകലാശാലയുടെ ഡീനായിരുന്നു. അപ്പോൾ ആ സമയത്ത് കേരളത്തിലെ 6 സർവകലാശാലകളിലായിട്ടായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദ പഠനം. അന്ന് കോഴിക്കോട് സർവകലാശാലയിൽ 40 മേൽ കോളേജ് ഉണ്ടായിരുന്നു, കേരള സർവകലാശാലയിൽ 30 മേൽ കോളേജ് ഉണ്ടായിരുന്നു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 30 മേൽ കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോളേജൊക്കെ വിവിധ സർവകലാശാലയിലായിരുന്നു. അതിനെ ഏകീകരിക്കാനുള്ള ഒരു താല്പര്യം വന്നത് പല സംസ്ഥാനങ്ങളിലും സാങ്കേതിക സർവ, ഇപ്പോൾ തമിഴ്നാട്ടിൽ, ബീഹാറിൽ, UP-യിലൊക്കെ സാങ്കേതിക സ്ഥാപനങ്ങൾ മുഴുവൻ ഏകീകൃത സർവകലാശാലയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമം ഉണ്ടായി. ഇവിടെയും ഈ KTU തുടങ്ങുന്നതിന് മുന്നേ തന്നെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടായി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടായി, അതുപോലെ ലാംഗ്വേജസിന് വേണ്ടി സംസ്കൃത സർവകലാശാലയൊക്കെ വന്നു. അപ്പോൾ മലയാള സർവകലാശാല ഇത് അതിന് മുന്നേ തന്നെ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സർവകലാശാല വന്നപ്പോൾ സ്പെഷ്യലൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് കുറച്ചുകൂടി ഗുണകരമാവുമെന്നുള്ളൊരു ചിന്ത വന്നു. ആ ഒരു ചിന്തയിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ പല യോഗങ്ങളും ഒക്കെ നടത്തുകയുണ്ടായി. അതിൽ ചില യോഗങ്ങളിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് സാങ്കേതിക സർവകലാശാല. ആദ്യം പേരിട്ടത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. അബ്ദുൽ കലാം മരിച്ചതിന് ശേഷം സാറ് ഈ പ്ലാച്ചിമട ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഒരു കൊക്കക്കൊല്ലൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്താണ് അതിൻ്റെ ഒരു പ്ലാച്ചിമട ഇഷ്യൂ നടക്കുന്ന സമയത്ത് ചില സന്നദ്ധ സംഘടനകൾ എന്നെ അത് സംബന്ധിച്ച് ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തു. ഒരുപാട് TV റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായി. അടുത്ത കാലത്ത് ഒരു കുട്ടി പറയുകയുണ്ടായി, ആ കുട്ടി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ MSW പഠിക്കുക. ആ കാലത്ത് റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ അവരെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി കാണിച്ചു എന്ന് പറയുകയാണ് അടുത്ത കാലത്ത്. ധാരാളം പേര് വന്ന്, അത് ഇന്ത്യക്കാരും വിദേശത്തു നിന്നുള്ളവരും വന്ന് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സമരം നടക്കുമ്പോൾ ഈ പ്രത്യക്ഷ സമരത്തിൽ ഞാൻ വളരെ കാരണം പ്രത്യക്ഷ സമരം നടക്കുന്നത് വർക്കിംഗ് ഡേയ്സിലായിരിക്കും. അപ്പോൾ ഞാൻ പ്രവൃത്തി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പകൽ സമയത്ത് എനിക്ക് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൽ പോകില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് നടക്കുന്ന പഠന ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് ഞാൻ പങ്കെടുക്കുകയും അതിൻ്റെ ശാസ്ത്രീയ വശം അതെനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. ഈ വാട്ടർ കൺസർവേഷൻ, അതുപോലെ ഈ എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയതുകൊണ്ട് പ്ലാച്ചിമട സമരം നടക്കുമ്പോൾ അതിനൊരു താത്വിക അടിത്തറ കൊടുക്കാൻ ഞാൻ വല്ലാതെ ശ്രമിച്ചിരുന്നു. എന്ന് മാത്രമല്ല സമര നേതാക്കളും ഒക്കെ ആയിട്ട് അവരെന്നെ വിളിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ വിളിക്കും. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ലിങ്ക് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അറിയപ്പെടുന്ന സിനിമ പശ്ചാത്തല പ്രവർത്തനം ഒരു വലിയ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ കാണുകയുണ്ടായി. പ്ലാച്ചിമടയെ സംബന്ധിച്ചൊരു പഠനം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് വേറൊരു വീടുണ്ട്. അതിൻ്റെ ടെറസിലിരുന്നാണ് ആ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തത്. അത് വളരെ ദീർഘനേരത്തേക്ക് അത് എന്നിട്ട് അവർ ഇന്ത്യ മൊത്തം കൊണ്ടുവന്നത് കോളയ്ക്കെതിരെയുള്ള പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാച്ചിമടയായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്നത്. അത് കഴിഞ്ഞപ്പോൾ ബോംബെയിലുള്ള ഒരു സന്നദ്ധ സംഘടന എന്നെ സമീപിച്ചു. ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ റെക്കോർഡൊന്നുമില്ല, ഈ ആളുകൾ പ്രസംഗിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ, അത് പോരാ, നമുക്കിത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് കേരള സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഫണ്ടിങ് എനിക്ക് കിട്ടുകയുണ്ടായി പ്ലാച്ചിമടയെക്കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ഞാൻ പ്ലാച്ചിമടയെക്കുറിച്ച് ഞാനൊരു പ്രോജക്റ്റ് സ്റ്റാഫിനെയും വെച്ച്, അന്ന് ഈ ഡേറ്റ ഒന്നും ഇന്നത്തെ പോലെ പെട്ടെന്ന് കിട്ടില്ല, അവിടുത്തെ വെള്ളത്തെക്കുറിച്ചോ അവിടുത്തെ പാരിസ്ഥിതിക മാറ്റങ്ങളെക്കുറിച്ചോ ഒക്കെ പഠിച്ച് ശാസ്ത്രീയമായ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയായിരിക്കുന്ന സമയത്ത് ബോംബെയിലുള്ള ഒരു സന്നദ്ധ സംഘടന എന്നെ സമീപിച്ചു, ഇതൊരു പുസ്തകമായിട്ട് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ഇവിടുന്ന് വിട്ടിട്ട് തിരുവനന്തപുരത്ത് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തു. 2005 ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തു. എന്നെ അവിടെ വന്നാക്കാം. റിട്ടയർമെൻറ്റ് അല്ല, ഞാൻ ഡെപ്യൂട്ടേഷനിലായിരുന്നു. അന്ന് എന്നെ
അത് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് ആവശ്യപ്പെട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. ഞാൻ അപ്ലൈ ചെയ്തൊന്നുമല്ല. അന്ന് ടെക്യുപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വന്നു. അതിൽ തിരുവനന്തപുരം ശ്രീത്ര എഞ്ചിനീയറിംഗ് 6 കോടി രൂപ ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ സർവീസ് വേണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് എന്നെ എടുത്തത്. സാറിന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഡെപ്യൂട്ടി ചെയ്യാറ്. അതിപ്പോൾ ഡെപ്യൂട്ടേഷൻ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷൻ ഓർഡറും അത് ഇതൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ അവിടെ വന്ന് എന്നെ കണ്ടിട്ട് ഇതൊരു പുസ്തകമാക്കി തരുമോ എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്കിത്തരാം. അവരെനിക്ക് വലിയ ഭീമമായ ഒരു സംഖ്യ അഡ്വാൻസ് തന്നു, എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ കിട്ടുന്ന സമയം ഉപയോഗിച്ചിട്ട് അതൊരു പുസ്തകമാക്കി കൊടുത്തു. അവരത് ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്യുക മാത്രമല്ല, അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആയിരുന്നു. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അവർ പുസ്തകം എത്തിച്ചു. കാരണം ഈ കൊക്കക്കോളയ്ക്കെതിരായിട്ടൊരു അന്താരാഷ്ട്ര വികാരം വന്ന സമയമായിരുന്നത്. അപ്പോൾ എൻ്റെ പുസ്തകം വായിച്ചിട്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കോൺടാക്റ്റ് ഉണ്ടായി. ഇമെയിൽ വഴിയും ഫോൺ വഴിയൊക്കെ കോൺടാക്റ്റ് ഉണ്ടായി. ചില വിദേശികൾ എന്നെ കാണാൻ വേണ്ടി ഇവിടെ എത്തി. കാരണം അത് എന്നോടുള്ള താല്പര്യം കൊണ്ട് വരുന്നല്ല, അവർക്ക് കൊക്കക്കോളയോടുള്ളൊരു വിമുഖത. അതെന്ന് വെച്ചാൽ അത് സത്യമാണ്. കൊക്കക്കോള എൻ്റെ പഠനത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ വളരെ രസകരമാണ്. ഒന്ന്, ഇന്ത്യയിൽ വിൽക്കുന്ന കൊക്കക്കോളയിൽ പെസ്റ്റിസൈഡ് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കീടനാശിനി ചേർത്തിരിക്കുന്നു. അതെനിക്കത് മനസ്സിലാകാൻ കാരണം, ഒരിക്കലും എൻ്റെ ഒരു ഫോർമർ സ്റ്റുഡൻറ്റ് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അവിടെയൊക്കെ കൊക്കക്കോള ഒരു ദിവസം പുറത്ത് വെച്ചാൽ പുളിക്കുമല്ലോ, ഇവിടുത്തെ കൊക്കക്കോള മാസങ്ങളോളം പുറത്തിരിക്കുക, പുളിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ റീസൺസ് അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, അവിടത്തേക്കുള്ള കൊക്കക്കോളയിൽ അത് നാച്ചുറൽ ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസ് ചേരാത്ത കോമ്പൗണ്ടാണ്. ഈ കൊക്കക്കോള ബേസിക്കലി കെമിക്കൽസ് ചേരേണ്ട സാധനമല്ല, അത് പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണ്. കൊക്കക്കോളയുടെ എസൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, ആഫ്രിക്കയിലുള്ള ഒരു പ്ലാന്റ് സീഡിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ്. അതൊരു സീക്രട്ട് ഫോമുലയാണെന്നാണ് വെപ്പ്. അതവർ വേറെ ആർക്കും കൊടുക്കില്ല. അത് നാച്ചുറൽ ആയതുകൊണ്ട് അത് ഇരുന്നാൽ പുളിക്കും. പക്ഷെ ഇവിടെയുള്ള കൊക്കക്കോള പുളിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊക്കക്കോളയിൽ അതിൽ ഞാൻ അന്ന് കണ്ടെത്തേണ്ട വളരെ ഒരു ചെറിയ അംശമേ കീടനാശിനിയുള്ളൂ. അത് മതി, ഇത് പുളിക്കില്ല. പക്ഷേ ഈ കീടനാശിനി നമ്മുടെ ശരീരത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അക്യുമുലേറ്റ് ചെയ്ത് വരും, കൂടി വരും. ഇങ്ങനെ രസകരമായ വസ്തുത. പിന്നെ അന്ന് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തൊരു മറ്റൊരു വസ്തുത, ഈ കൊക്കക്കോള ബോട്ടിലൊരു കുപ്പിയെടുത്ത് ക്ലോസറ്റിൽ ഒഴിച്ചു. ആസിഡ് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ സാധനം ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. പക്ഷേ അതേ റെസിപ്പിയൊക്കെ തന്നെ എപ്പോഴും ഉണ്ട്. അതിൻ്റെ pH 3-നും 3.5 ഇടയ്ക്കാണ്. 3-നും 3.5 ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ആസിഡാണത്. പക്ഷെ ഇപ്പോഴും ആളുകൾ അത് കഴിക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. അത് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഫക്റ്റ് ബോഡി കിട്ടും. ആസിഡാണ്, ആൽക്കഹോൾ അല്ലാതെ ആസിഡാണ്. രണ്ടാമത്, അത് എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ചെന്ന് കഴിയുമ്പോൾ രോഗാണുക്കൾക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പിന്നെ ഒരു ചെറുപ്പക്കാർക്ക് എന്തും ത്രില്ല് കിട്ടുന്ന ഒരു കാര്യം കുടിക്കണമെന്ന് തോന്നാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നും മാർക്കറ്റിൽ ധാരാളം ഉണ്ട് കൊക്കക്കോള. ഇപ്പോൾ ഈ KFC തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ കൊക്കക്കോളയാണ് ഒരു ഫുഡിൻ്റെ കൂടെ കൊടുക്കാറ്. പക്ഷേ കൊക്കക്കോള അമിതമായിട്ട് കുടിച്ചാൽ, അത് ഏത് കോളയാണെങ്കിലും അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്കിന് പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു ലിമിറ്റഡ് അളവിൽ ഇത് ശരീരത്തിന് ദോഷം ഇമ്മീഡിയറ്റ് ചെയ്യില്ല. ഇത് അക്യുമുലേറ്റ് ചെയ്താൽ മാത്രമേ ദോഷം വരുള്ളൂ. രണ്ടാമത്, ഇതിനേക്കാൾ പ്രശ്നം ഈ കൊക്കക്കോള സമരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ ജലചൂഷണമായിരുന്നു. ഞങ്ങളത് നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ആദ്യം പെർമിഷൻ തന്നില്ല. പിന്നെ ഒഫീഷ്യലായിട്ട് പെർമിഷൻ എടുത്താണ് ഞാൻ കൊക്കക്കോളയ്ക്കകത്ത് വിസിറ്റ് ചെയ്യാൻ പോയത്. ആ പ്രദേശം മുഴുവൻ ഏതാണ്ടൊരു ഡെയിലി 15 ലക്ഷം ലിറ്ററോളം വെള്ളം എടുക്കേണ്ടുന്ന സ്ഥിതിയിലായിരുന്നു അവരുടെ. ആ വെള്ളമൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റി, അവിടുത്തെ വാട്ടർ ടേബിൾ അങ്ങ് താന്നു പോയി. ഒരു 100 ചില്ലാനം അടിക്കകത്തുണ്ടായിരുന്ന വാട്ടർ ടേബിൾ 500 അടി വരെ അങ്ങ് താന്നു അവിടെ. ഒന്ന്. രണ്ടാമത്, ഈ വാട്ടർ ടേബിൾ താഴും തോറും ഉപ്പ്, ലവണാംശം വല്ലാതെ കൂടും. കൊക്കക്കോള സ്ഥിതി ചെയ്തിരുന്ന ആ പ്രദേശത്ത്, അത് വടകരപ്പതി എന്ന് പറഞ്ഞൊരു പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിൽ. അവിടെ വർഷങ്ങളോളം ഭൂമിയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിന് ഉപ്പായിരുന്നു. കാരണം അതിൻ്റെ സാന്ദ്രത വല്ലാതെ കൂടും വെള്ളം എടുത്തു കഴിയുമ്പോൾ. അപ്പോൾ അതൊരു ദുരന്തം തന്നെയായിരുന്നു. അവർ നിർത്തിപ്പോയത് നന്നായി. കാരണം ആ പ്രദേശത്തുള്ളവർക്ക് അല്പമെങ്കിലും കുടിവെള്ളം കിട്ടുമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മഴനിഴൽ പ്രദേശമാണ്.